നമ്മളെ എല്ലാവരെയും വളരെയധികം ഞെട്ടിച്ച ദുരന്തം. ഇതിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കയായി നമ്മുടെ മുന്നിലുള്ളത് കാലാവസ്ഥ തന്നെയാണ്. പക്ഷേ മറ്റൊരു രക്ഷാപ്രവർത്തനത്തിനൊന്നും യാതൊരു കുറവുമില്ലാതെ, സമാനതകളില്ലാതെ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് അത് മഴയുണ്ടോ, കാലാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതാണ്. എന്തായാലും വയനാട് ജില്ലയിൽ നിലവിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ ഇടയ്ക്കിടെ കനത്ത മഴയുണ്ടാകുന്നുണ്ടായിരുന്നപ്പോൾ അത് രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അനൂപ് കെയർ തുടരുന്നുണ്ട്. അനൂപ്, നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇടയ്ക്കിടെ വലിയ ശക്തമായ മഴ ഇന്നലെ പെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ജില്ലയിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യം. അപ്പോൾ എന്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഔദ്യോഗികമായി തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? മഴ മാറി നിൽക്കുകയാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാലാവസ്ഥയുടെ? വയനാട്ടിൽ പൊതുവിൽ മഴയുടെ ഒരു സാഹചര്യം ആണുള്ളത്. അതിൽ പല മേഖലകളിലും അതിതീവ്ര മഴ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ ദുരന്തമുണ്ടായ മേഖലകളിൽ അതിശക്തമായ അതിതീവ്ര മഴ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഒരു ആശങ്ക. ഈ പലയിടത്തും ഇവിടേക്കുള്ള പലയിടത്തും മണ്ണിടിഞ്ഞാണ് കിടക്കുന്നത്. ഇവിടേക്കുള്ള ചൂരൽമലയിൽ നിന്ന്, മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പോകുന്ന ഈ മലയോരത്തു കൂടിയുള്ള പാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തുന്നതെല്ലാം വലിയ സുരക്ഷാ സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചാണ്. ആ ഒരു സാഹചര്യം പൊതുവിലുണ്ട്. എങ്കിലും ഈ ഇടയ്ക്കിടെ മഴ മാറി നിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിലേക്ക് ആ പ്രതികൂല ഘടകങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര പരിഗണിക്കാതെയാണ് രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുന്നത്. പരമാവധി കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക, പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തുക, ഒരു സംവിധാനമാക്കി അതിനായി പ്രവർത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് രക്ഷാപ്രവർത്തകർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഔദ്യോഗികമായ തിരച്ചിൽ പുനരാരംഭിക്കും. അത് ഇന്ന് പ്രധാനമായും സേനകളുടെ നേതൃത്വത്തിലായിരിക്കും അത് നടത്തുക. കാര്യം, ഒരു വിദഗ്ധ സേവനം ഇതിനായി ആവശ്യമാണ്. മണ്ണിനടിയിൽപ്പെട്ടവരെ കുറിച്ചുള്ള വിവരങ്ങൾ വേണം. മിലിറ്ററിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം, ബാംഗ്ലൂരിൽ നിന്നെത്തിയ എഞ്ചിനീയറിംഗ് വിഭാഗം, അവർ ഈ സ്ഥലത്തിന്റെ ഒരു പ്രാദേശിക ഭൂഘടനയും കെട്ടിടങ്ങളുടെ സ്ഥിതിയും ഘടനയും എല്ലാം ഇന്നലെ തന്നെ എത്തി പരിശോധിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില വീടുകൾ അതിന്റെ മുകൾ ഭാഗമെല്ലാം തകർത്ത് ഉള്ളിൽ കയറി പരിശോധന നടത്തുകയെല്ലാം ഉണ്ടായിരുന്നു സേനാ വിഭാഗങ്ങൾ. അത് ഇന്നും തുടരും അത്തരം പ്രവർത്തനങ്ങൾ. അതോടൊപ്പം സൈന്യം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഈ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കാനുള്ള സാധ്യതയും ഇന്ന് നിലനിൽക്കുകയാണ്. അതിനായി കേരള, കർണാടക ഏരിയ പ്രധാനപ്പെട്ട സുരക്ഷാ ചുമതലയുള്ള വിവിധ സേനാ വിഭാഗങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഏതായാലും അത്തരത്തിൽ പൂർണ്ണ സജ്ജമായി ഈ സുരക്ഷാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജീവരക്ഷാ പ്രവർത്തനങ്ങൾ ഈ സ്ഥലത്ത് പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മേലെ മുണ്ടക്കയിലേക്ക് എത്തി ആ സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്താൻ സേനാ വിഭാഗങ്ങൾ തയ്യാറാവും. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏറ്റവും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എത്ര പേർ ഇനി ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, എത്ര പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം, അതിനായുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ എത്തിക്കണം എന്നുള്ളതെല്ലാം സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പൂർണ്ണ വിവരശേഖരണം ജില്ലാ ഭരണകൂടം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് ഔദ്യോഗികമായി സേനാ വിഭാഗങ്ങൾക്ക് കൈമാറും പുലർച്ചെ തന്നെ. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും രക്ഷാപ്രവർത്തനം. പ്രധാനമായും ഇന്നലെ തന്നെ ഈ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ പലതും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. മേപ്പാടി പള്ളിയിലും മറ്റും സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം തന്നെ ആരംഭിച്ചിരുന്നു. അതിപ്പോഴും തുടരുന്നു. അതിനെല്ലാമുള്ള സജ്ജീകരണങ്ങൾ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഈ സംസ്കാര ചടങ്ങുകൾക്കായുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനായുള്ള പ്രവർത്തകരും ആ വിധത്തിൽ സജ്ജരാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പല മൃതദേഹങ്ങളും ശരീരഭാഗങ്ങൾ മാത്രമാണുള്ളത്. അങ്ങനെയെങ്കിൽ അതിന്റെ DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടി വരും. ബന്ധുക്കൾക്ക് അതിനായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ താൽക്കാലിക ആശുപത്രി സംവിധാനങ്ങളുടേതാണ്. ബത്തേരി സെന്റ് മേരീസ് കോളേജ് മുതൽ കിലോമീറ്ററുകൾ അകലെയുള്ള സെന്റ് മേരീസ് കോളേജ് മുതൽ ഏറ്റവും അടുത്ത ചൂരൽമല പള്ളിയിൽ വരെ ആശുപത്രി സംവിധാനം സുസജ്ജമാക്കിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. അവിടങ്ങളിൽ പ്രാഥമിക ചികിത്സ മാത്രമല്ല,
ആവശ്യമെങ്കിൽ ശസ്ത്രക്രിയ വരെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു നിമിഷം പോലും ചികിത്സ കിട്ടാതെ ചികിത്സ വൈകി ഒരാൾക്കും ഒരു അപായവും ഉണ്ടാവരുത് എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ആരോഗ്യവകുപ്പ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. സമാനമായ രീതിയിലുള്ള സുസജ്ജമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എല്ലാ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ നടക്കുന്നത്. നമുക്കറിയാം KSEB ഇന്നലെ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം പൊതുവിൽ അഭിനന്ദിക്കപ്പെട്ട സാഹചര്യം നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകൾക്കുള്ളിൽ പൂർണ്ണമായി തകർന്നു കിടന്ന വൈദ്യുതി ബന്ധം അത് പുനഃസ്ഥാപിക്കാൻ KSEBക്കായി. ഇന്നലെ രാത്രി നടന്ന രക്ഷാപ്രവർത്തനത്തിൽ അത് എത്രത്തോളം സഹായകമായി എന്ന് നമുക്ക് പറയാനാവില്ല. ഏതായാലും അത്തരത്തിൽ ഓരോ വകുപ്പും ഈ രീതിയിൽ അവരുടേതായ പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കുകയാണ്. അതിന്റെ ഫലമായി 800-ലധികം ആളുകളെയാണ് നമുക്ക് രക്ഷിക്കാനായത് ഈ ദുരന്ത മേഖലയിൽ നിന്ന്. അത് ഏറ്റവും ആശ്വാസം പകർന്ന കാര്യമാണ്. ദുരന്തത്തിന്റെ ആഘാതം പരിശോധിക്കുകയാണെങ്കിൽ മരണനിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 800-ലധികം പേരെ അവിടെ എത്തി രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് ഈ സമാനതകളില്ലാത്ത സുസജ്ജമായ രക്ഷാപ്രവർത്തനത്തിന്റെ ഫലമാണ്. സർക്കാർ തലം മുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വരെ സൂക്ഷ്മമായി അത് പരിശോധിച്ച് സൂക്ഷ്മമായി ഏകോപിച്ചുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. സൈന്യത്തിന്റെ സേവനം നമുക്ക് പറയാതിരിക്കാനാവില്ല. സൈന്യം ഇന്നലെ ഏറ്റവും അടിയന്തരമായി ചികിത്സ നൽകേണ്ടവരെ മുണ്ടക്കൈയിൽ നിന്ന് എയർ ഷിഫ്റ്റ് ചെയ്തതെല്ലാം നമ്മൾ കണ്ടതാണ്. ഏറ്റവും ദുർഘടമായ ഒരു സ്ഥലത്താണ് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. അവിടെ നിന്ന് ആളുകളെ ഇത്തരത്തിൽ നിരവധിയായ ആളുകളെ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ ആശുപത്രികളിലേക്ക് മാറ്റി. ആശുപത്രികളിൽ ഏതാണ്ട് 200-ലധികം പേർ ഇപ്പോഴും പരിക്കും ചികിത്സയുമായി കഴിയുന്നുണ്ട്. അവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നൊരു ആശങ്കയുയർത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. എങ്കിലും നമ്മൾ ആ രീതിയിൽ ഈ വിധത്തിൽ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. സംവിധാനങ്ങളാകെ മുണ്ടക്കയിൽ കേന്ദ്രീകരിക്കുകയാണ്.